ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 യൂട്യൂബ് വളരെ സ്ട്രിക്റ്റായ കുറേ തീരുമാനങ്ങളുമായെല്ലാമാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ എല്ലാ ക്രിയേറ്റേഴ്സും വളരെയധികം അലേർട്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് വളരെ ടഫായ ഒരു വർഷം കൂടിയായിരിക്കും ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച്. കാരണം മറ്റൊന്നുമല്ല, യൂട്യൂബിൻ്റെ ഓരോ നിർദ്ദേശവും വളരെയധികം സ്ട്രിക്റ്റോട് കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് എല്ലാം വരികയാണെങ്കിൽ നമ്മൾ സാധാരണയായി ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന കുറേ തെറ്റുകൾ കൊണ്ടെല്ലാം ഇത്തരത്തിൽ നമുക്ക് പിന്നീട് ഈ വീഡിയോയിലേക്കെല്ലാം ഇത്തരത്തിൽ സ്ട്രൈക്ക് എല്ലാം വരാം. അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഇത്തരത്തിൽ ക്ലെയിം എല്ലാം തന്ന് നമ്മുടെ ചാനലിലേക്ക് സ്ട്രൈക്ക് എല്ലാം വരാം. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇപ്രകാരം എല്ലാം വരാറുണ്ട്. ഒന്ന് യൂട്യൂബിൻ്റെ സൈഡിൽ നിന്നും, അതുപോലെ നമുക്ക് മറ്റുള്ളവർ, അതായത് കോപ്പിറൈറ്റ് ഓണറുടെ കയ്യിൽ നിന്നെല്ലാം ഇത്തരത്തിൽ ഈ ഒരു സ്ട്രൈക്ക് എല്ലാം വരാം. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണയായി ചെയ്തിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും വീഡിയോയ്ക്ക് അതിൽ സ്ട്രൈക്ക് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇത് അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വയ്ക്കുകയെല്ലാമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ യൂട്യൂബ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങൾ ഇത്തരത്തിൽ അൺലിസ്റ്റഡ് ആക്കി വെച്ചിരിക്കുന്ന വീഡിയോസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന വീഡിയോസിന് ഇതിലേക്കെല്ലാം നിങ്ങൾക്ക് സ്ട്രൈക്ക് എല്ലാം വരാമെന്ന് യൂട്യൂബ് വളരെ വ്യക്തമായി ഇപ്പോൾ പറയുന്നുണ്ട്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രൈക്ക് വരുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഇഷ്യൂസ് എല്ലാം വരുന്നത് ഒഴിവാക്കാമെന്ന് കരുതി ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് അബദ്ധമായിരിക്കും. അതിനാൽ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും ബ്രീച്ച് എല്ലാം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾ അധികം കാലം നിങ്ങളുടെ ചാനലിൽ പ്രൈവറ്റ് ആക്കി അല്ലെങ്കിൽ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുന്നതൊന്നും സേഫ് അല്ല. അതിനാൽ തന്നെ അതെല്ലാം റിമൂവ് ചെയ്ത് കളയുക എന്നത് തന്നെയാണ് നമുക്ക് പെട്ടെന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരത്തിൽ അൺലിസ്റ്റഡ് ആക്കി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ പ്രൈവറ്റ് ആക്കി വയ്ക്കുമ്പോൾ മറ്റൊരാളുടെ കണ്ടന്റ് ആണെങ്കിൽ, അതായത് ഇത്തരത്തിൽ ഇത് വ്യൂവേഴ്സിനൊന്നും കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരു ക്രിയേറ്റർക്ക് ഇത് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു ക്ലെയിം എല്ലാം വരുന്നത് നമുക്കവിടെ തടയാം. എന്നാൽ ഇതിൽ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഇത്തരത്തിൽ ക്ലെയിം എല്ലാം വരാറുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ബ്രീച്ച് എല്ലാം വരികയാണെങ്കിൽ യൂട്യൂബ് തന്നെ നമുക്ക് ഇത്തരത്തിൽ ക്ലെയിം എല്ലാം തരാറുണ്ട്. അതിനാൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്, നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോസ് ചിലപ്പോൾ അതിലേക്ക് നല്ല വ്യൂസ് എല്ലാം വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പലരും ഇത് ഡിലീറ്റ് ചെയ്യണോ എന്നെല്ലാം കരുതി ഇത്തരത്തിൽ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയെല്ലാം വയ്ക്കും. എന്നാൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും സ്ട്രൈക്ക് എല്ലാം വന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ചാനലിനെ ഇത് ബാധിക്കുമെന്ന് തോന്നിയാൽ ഇത്തരത്തിൽ ഇനിയും സ്ട്രൈക്ക് എല്ലാം വരാൻ സാധ്യതയുള്ള വീഡിയോസ് ഇത് നിങ്ങൾ അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഒന്നും ആക്കി വയ്ക്കാതിരിക്കുക. അത് അപ്പോൾ തന്നെ നിങ്ങൾ യൂട്യൂബിൽ നിന്നും റിമൂവ് ചെയ്ത് നിങ്ങളുടെ പാർട്ട് സേഫ് ആക്കി വയ്ക്കുക. ഇനി യൂട്യൂബ് ഇപ്പോൾ പുതുതായി 2024 പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ആരുടെയെങ്കിലും വീഡിയോയ്ക്ക് താഴെ മോശമായി കമൻ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനലിന് വളരെ ദോഷമായി ബാധിക്കുമെന്നത് തന്നെയാണ്. അതായത് ഇത്തരത്തിൽ മോശമായ കമൻറ്റുകൾ, വളരെ മോശമായ കമൻ്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ആകാനെല്ലാം ഇത് കാരണമാകും. ഒരു തരത്തിൽ ഇത് നല്ലതാണ് എന്ന് തന്നെ പറയാം. കാരണം ഇത്തരത്തിൽ ഒരുപാട് ചാനലുകൾക്ക് താഴെ മോശമായി വരുന്ന കുറേ കമൻറ്റുകളിലെല്ലാം ഇതിൻ്റെ എണ്ണത്തിലെല്ലാം കുറവെല്ലാം കാണാം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്താണ്, ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഇത് താഴെ കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, പലരും അത്ര ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പല ലിങ്ക്സ് എല്ലാം നൽകുകയാണെങ്കിൽ ഇത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ അനുസരിച്ചുള്ള ലിങ്ക് അല്ല നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നത് എങ്കിൽ ഇതും നിങ്ങളുടെ ചാനലിന് ദോഷമായി വരും. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെയധികം ശ്രദ്ധിച്ചു മാത്രം നിങ്ങൾ ചെയ്യുക. നേരത്തെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് അതെല്ലാം കറക്റ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ നല്ല വ്യൂസ് എല്ലാം ഉള്ള വീഡിയോ ആണെങ്കിൽ കൂടി ആ ഒരു വീഡിയോ ഇത് പ്രോബ്ലം ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം റിമൂവ് ചെയ്ത് കളയുക. കാരണം ഇതെല്ലാം തന്നെ നിങ്ങളുടെ ചാനൽ ഗ്രോത്തിനെ വളരെയധികം ദോഷമായി ഭവിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക.
ഇതുപോലെ യൂട്യൂബ് റിലേറ്റഡ് ആയ പുതിയ പുതിയ അപ്ഡേറ്റ്സ് എല്ലാം മനസ്സിലാക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്